നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2021 മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരിക. നിങ്ങൾക്കിതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റിയാണ് സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ജി വി രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? പരിരക്ഷ. പരിരക്ഷ പദ്ധതി എന്താണ്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിക്കാണ് 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആര്? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി. കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആര്? കനിമൊഴി കരുണാനിധി. കനിമൊഴി കരുണാനിധിയാണ് കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മേധാവി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ് ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ. എൻ പ്രഭാകരൻ. എൻ പ്രഭാകരനാണ് ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏത്? പാകിസ്ഥാൻ. പാകിസ്ഥാനുമായിട്ടാണ് പഞ്ചാബ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. വിന്ധ്യ പർവ്വതം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരയാണ് വിന്ധ്യ പർവ്വതം. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഗംഗ. ഗംഗയാണ് ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ്. ഇന്ത്യയിലെ പുണ്യ നദി എന്നറിയപ്പെടുന്നു. ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഒന്നും കൂടി പറയാം. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 2008 നവംബർ 4. ഗംഗാ നദിയുടെ നീളം എത്രയാണ്? 2525 കിലോമീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ്. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്നു. ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്.
ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമേത്? 1958. 1958 സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഗോവ. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഗോവ. ഏതു ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ജിം കോർബറ്റ്. ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? കൃഷ്ണ നദി. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണ നദി. ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത്? ബാർലി. തന്നിരിക്കുന്നതിൽ ബാർലിയാണ് ഖാരിഫ് വിളയല്ലാത്തത്. ഖാരിഫ് വിളകൾ ഏതാണ്? പരുത്തി, ചണം, ചോളം തുടങ്ങിയവ ഖാരിഫ് വിളകളാണ്. മസൂലി പട്ടണം ഇപ്പോൾ ഏതു സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. മസൂലി പട്ടണം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വിപ്ലവം? 1857 വിപ്ലവം. 1857 വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. 1857 വിപ്ലവം എന്താണ്? ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നു. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ് ദൗളയെ പരാജയപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. പ്ലാസി യുദ്ധം ഏതു വർഷമാണ് നടന്നത്? 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചതെവിടെ? സിംഗപ്പൂർ. സിംഗപ്പൂരിലാണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യയും ചൈനയും. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഏത് വർഷമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്? 1954. 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച നേതാക്കന്മാർ ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച നേതാക്കന്മാർ ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ്. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത്? വിജയകൃഷ്ണൻ. വിജയകൃഷ്ണനാണ് 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ? ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകളാണ് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 തൊട്ട് 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 തൊട്ട് 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം.
നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 21 അനുച്ഛേദം. നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 21 അനുച്ഛേദം. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32 അനുച്ഛേദം. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32 അനുച്ഛേദമാണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. താമരയുടെ ശാസ്ത്രീയ നാമമെന്ത്? നെലംബോ ന്യൂസിഫറ. താമരയുടെ ശാസ്ത്രീയ നാമം നെലംബോ ന്യൂസിഫറ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ ആണ്. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5 ആണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. നമ്മളിന്ന് 40 ക്വസ്റ്റ്യൻസും അതിൻ്റെ ചിലതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് തിങ്കളാഴ്ചയായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.